ഹലോ, അസ്സലാമു അലൈക്കും. സോ നമുക്ക് ഇന്ന് ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ചിട്ട് എല്ലാവരും ചെയ്തതും പിന്നെ അതേപോലെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റി നല്ല കാര്യം പറഞ്ഞപ്പോൾ എനിക്കും വളരെ അധികം സന്തോഷമായി. അപ്പോൾ നമുക്കിന്ന് 3 കാര്യങ്ങളും വീഡിയോസും ഫോട്ടോസും കൊലാഷും ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് ഫോട്ടോസാണ്. വീഡിയോസ് ഓൾറെഡി നമ്മൾ എടുത്തതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് നോക്കാം. ഇതിൽ ക്യാൻവാസ് ഉണ്ട്, 1:1 ഉണ്ട്, 4:5, 9:16, 16:, ഇതൊക്കെ നമ്മളെ യൂട്യൂബിൻ്റെ തമ്മിലേക്ക് നമുക്ക് ഇൻഷോട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ വീഡിയോ ചെയ്ത പോലെ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ തമ്മിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് തമ്മിൽ കൊടുക്കുന്നത്. 9:16, 5:5, 5:8, 3:4, 4:3. ഇത് നമ്മളെ ഫേസ്ബുക്കിൻ്റെയും കവർ പേജായിട്ട് നമുക്ക് കൊടുക്കാനുള്ള രീതിയിൽ 2:3. അങ്ങനെ കുറേ റേഷ്യോസ് നമുക്ക് ഇൻസ്റ്റഗ്രാം വീഡിയോസിലുള്ള പോലെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് ക്യാൻവാസിൻ്റെ സൈസ് റേഷ്യോ കൊടുത്തത് ഇപ്പോൾ ഫേസ്ബുക്കിന് നമുക്കൊരു 1:1 എന്നുള്ള റേഷ്യോയിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫുള്ള് ഉള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത് നോക്കാം. ഇതിൽ വരുന്നത് ഫിൽറ്ററാണ്. ബ്രൈറ്റ്നസ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ലേറ്റ് ഉണ്ട്, വിൻറ്റേജ് ഉണ്ട്, മൂഡി ഉണ്ട്. കുറേ ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരിച്ച് നമ്മൾ ക്രിയേറ്റീവ് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഓരോ ഫിൽറ്റേഴ്സ് കൊടുക്കാം കേട്ടോ. അതിൽ തന്നെ ലൈറ്റ്നസ് ഉണ്ട്, പിന്നെ കോൺട്രാസ്റ്റ് ഉണ്ട്, വാംത്ത് ഉണ്ട്, ടിൻറ്റ് ഉണ്ട്, സാറ്റുറേഷൻ, കേർവ്സ്, അങ്ങനത്തെ കുറേ. ഈ സാറ്റുറേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് പ്രൊഫഷണലി ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് നല്ല ഫോട്ടോഗ്രാഫ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഇത് വർക്ക് ചെയ്യാം. നമുക്കൊരു പ്രൊഫഷണൽ ടച്ച് വരും. നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസെല്ലാം ആണെങ്കിൽ ഇതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിക്കുള്ള പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫ്സായിട്ട് മാറും. പിന്നെ വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഫിൽറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കുറേ ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇനി വരുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. സെയിം നമ്മൾ പറഞ്ഞ നേരത്തെ കൊടുത്തിരിക്കുന്ന സെയിം സംഭവം തന്നെ ഇവിടെ ഫിൽറ്റർ എന്നുള്ളൊരു ഓപ്ഷന് വരുന്നുണ്ട്. ലൈറ്റ്നസ് ഉണ്ട്, കോൺട്രാസ്റ്റ് ഉണ്ട്, വാംത്ത് ഉണ്ട്, ടിൻറ്റ് ഉണ്ട്, സാറ്റുറേഷൻ, കേർവ്സ്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ എഫക്ട്സ് ആണ്. എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു എഫക്ട്സ്, ഇങ്ങനത്തെ ഒരു എഫക്ട്സ്, ഇങ്ങനെയുള്ളൊരു എഫക്ട്സ്, കുറേ എഫക്ട്സ് ഉണ്ട്. റെട്രോ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്നത് ഇപ്പോൾ കുറേ എഫക്ട്സ് നമുക്കൊരു പെൻസിൽ ഡ്രോയിങ് എന്നുള്ള രീതിയിലൊക്കെ ഇതിൽ നമുക്ക്. പക്ഷേ ഇത് പ്രീമിയം ആണ് കേട്ടോ. നമുക്ക് നോർമലുള്ളവർക്ക് പെൻസിൽ ഡ്രോയിങ് ഒക്കെ നമ്മൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പക്ഷേ ഇത് എന്താ പറയേണ്ടത്, പ്രീമിയമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ വരുന്നത് ഇങ്ങനത്തെ എഫക്ട്സ് നമുക്കൊരു ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. നല്ല രസമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് എഫക്ട്സിൽ മെയിനായിട്ട് വരുന്നത്. ഈ എഫക്ട്സ് നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അടുത്ത് നമുക്ക് ഇത് നമുക്ക് നോർമലാക്കാം. അതിലെ എഫക്ട്സിൽ എഫക്ട്സ് നോക്കാം. കുറേ എഫക്ട്സ് ഉണ്ട്. എഫക്ട്സിൽ തന്നെ കുറേയേരം പ്രീമിയമാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്നും വേണ്ട. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ എന്തൊക്കെ എഫക്ട്സ് എന്നുള്ളത്. പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. നമുക്ക് എന്താ പറയണ്ടേ, വാവ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് വേണ്ടെങ്കിൽ വേറെ കുറേ ടൈപ്സ് ഓഫ് സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. സബ്സ്ക്രൈബ് കണ്ടോ, സെർച്ച്, ഇങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് നമുക്ക് ഇതിൽ യൂസ് ആക്കാം. പിന്നെ വരുന്നത് സ്റ്റിക്കേഴ്സിൽ തന്നെ വരുന്നത് ഇമേജ് നമുക്ക് കട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഇമേജസ് നമുക്കിവിടെ ക്രിയേറ്റ് ആക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലത്തെ ഇമേജസും വീഡിയോസിൽ പറഞ്ഞിട്ടില്ലേ, സെയിം അത് തന്നെയാണ് വരുന്നത് ഈ സ്റ്റിക്കേഴ്സിൽ വരുന്നത്. പിന്നെ ടെക്സ്റ്റേഴ്സ് വരുന്നത് ഇതിൽ ഹായ് ഇതൊക്കെ എഴുതാം. പിന്നെ അതേപോലെ തന്നെ ഈ സ്റ്റിക്കേഴ്സിൽ വേറെ എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവ് എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്കിതിൽ ഫോട്ടോസിൽ വരുന്നത്. നമുക്കിവിടെ ബ്രഷ് ടൈപ്പും ഉണ്ട്, റൈസർ ടൈപ്പും ഉണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ
ബ്രഷ് ടൈപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഒരു ഇതുണ്ടാവും. റൈസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് മുഖത്ത് എന്തെങ്കിലും കലയുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റാത്ത കല ഉണ്ടെങ്കിൽ നമുക്ക് ഇറൈസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ബ്രഷും ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഡീറ്റെയിലിൽ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമുക്ക് അവരെ ഫേസ് മറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് ഡീറ്റെയിൽ മറക്കാം. ബ്ലറുണ്ട് ഓപ്ഷൻ. നമ്മളിപ്പോൾ വീഡിയോസിലോ ഫോട്ടോസോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ചില ആൾക്കാരുടെ ഫോട്ടോസ് പ്രൈവസി പ്രകാരം നമുക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളത്. പിന്നെ ഡൂഡിലാണ്. ഡൂഡിൽ നമുക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ളൊരു ഓപ്ഷനാണ്. അതായത് എന്തെങ്കിലും പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ റീൽസിൽ കാണാം ഇതേപോലത്തെ സൈൻ ബോർഡൊക്കെ കാണിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. ഇനി വരുന്നത് കട്ടൗട്ടാണ്. കട്ടൗട്ട് ഡയറക്റ്റായിട്ട് കട്ടൗട്ട് ചെയ്യാം. ഇവിടെ അതേപോലെ തന്നെ നമുക്ക് വേണ്ടാത്തത് ഇവിടെ നിന്ന് ഇങ്ങനെയും കട്ട് ചെയ്യാം, ആവശ്യമില്ലാത്തത്. പിന്നെ ബ്രഷും ഉണ്ട്. ഓക്കെ. ഇതിൽ കട്ടൗട്ടിൽ 2 ഓപ്ഷൻസാണ് വരുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് പൈപ്പാണ്. പൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിൽ തന്നെ ഒരു ലെയർ തന്നെ 2 ഇമേജസ് വരുന്ന രീതിയിലാക്കുന്നതാണ് പൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റീടച്ച് എന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഒന്നെങ്കിൽ റീടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റീടച്ച് എന്നുള്ള ഓപ്ഷൻസ് ഉള്ളത്. പിന്നെ നമുക്ക് ഈ ഇമേജ് വേണ്ട വേറെ ഇമേജ് ആണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നതാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് റീപ്ലേസ് ചെയ്യുന്നതാണ് ഈ റീപ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വേണം ക്യാൻവാസിൻ്റെ സൈസ് ചേഞ്ച് ആക്കണോ എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോട്ടോയിലുള്ളത്. ഇനി വരുന്നത് കൊളാഷാണ്. ഇനി അതിൽ ഗ്രിഡുണ്ട്. ഗ്രിഡിൽ നമ്മൾ വരുന്നത് 3 ഫ്ലവേഴ്സ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ പിന്നെ ഇങ്ങനെയാണ് നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്കിതിൽ കൊളാഷ് എന്നുള്ള രീതിയിൽ ചെയ്യാം. അതിൽ നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വേണോ നമുക്ക് കുറേ ബാക്ക്ഗ്രൗണ്ട്സ് ഇവിടെ അവൈലബിൾ ഉണ്ട്. ചിലത് മാത്രമാണ് ഇവിടെ പ്രീമിയം ഉള്ളൂ. ഇപ്പോൾ ടോട്ടൽ 3 പ്രീമിയമാണുള്ളൂ. ബാക്കിയെല്ലാം ഫ്രീ ടു യൂസ് ആണ്. ഇനി വരുന്നത് ബോർഡറാണ്. ബോർഡറിൻ്റെ ബോർഡർ വൈറ്റ് ആയതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. ഇത് നോക്കൂ, ഓരോന്നിൻ്റെ കർവിൻ്റെ സൈസാണ് നമുക്ക് ഇതിലോട്ട് മനസ്സിലാകുന്നത്. പിന്നെ ക്യാൻവാസ് ഇതേപോലെ 4:5, 9:16, 16:9, 9:16 ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം, സെയിം നമ്മൾ ഫിൽറ്റർ പറഞ്ഞ പോലെ തന്നെ. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്, എഫക്ട്സ്, നമുക്ക് ഓരോ ടൈപ്സ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇതിൽ കൊടുക്കാം. പിന്നെ സ്റ്റിക്കേഴ്സും ഇവിടെ നമ്മൾ ക്രിയേറ്റീവ് അനുസരിച്ച് സ്റ്റിക്കേഴ്സും കൊടുക്കാം. പിന്നെ ഡൂഡിലുണ്ട്, റൊട്ടേറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഏത് ഇതിലാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആ രീതിക്ക് ഓരോ ഇമേജ് സെലക്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. കൊളാഷ് തന്നെ ഫ്രീ സ്റ്റൈൽ എന്നുള്ള രീതിയിലുണ്ട്, നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് ഈ നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഫ്രീ സ്റ്റൈൽ നമ്മളിപ്പോൾ ഫാഷൻ നമ്മളൊരു ഡ്രസ്സിൻ്റെ കഴിഞ്ഞാലും കുറച്ച് നല്ല രീതിക്ക് ഒരു വീഡിയോസ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോസിൽ നമുക്ക് എഡിറ്റ് ചെയ്താൽ നല്ല രസമുണ്ടാവും. ഇതിൽ ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം, കളേഴ്സ്. പിന്നെ അതേപോലെ തന്നെ ബോർഡേഴ്സിൻ്റെ കളറ് കണ്ടോ. ടെക്സ്റ്റേഴ്സ് നമുക്ക് കൊടുക്കാം. ഹായ് ഓൾ.
ഇതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ രീതിയിൽ അതിനെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് കട്ടൗട്ട് ചെയ്യണമെങ്കിൽ കട്ടൗട്ട് ചെയ്യാം. ഇതൊരു നല്ല രീതിക്ക് നമുക്ക് നമ്മളെ ഇഷ്ടം അനുസരിച്ച് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാം. ഇത് നോക്കൂ, ഗേൾ ബോയ് ബോൾ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് കൊളാജ് തന്നെ ബ്ലെൻഡാണ്. ഇതിൽ മിനിമം നമ്മൾ 5 to 2 to 12 ഫോട്ടോസ് എടുക്കണം എന്നാണ്. ഞാനിപ്പോൾ അത്യാവശ്യം ഇതൊക്കെ ഇങ്ങനെയാണുള്ള ഒക്കെ വരും. ബ്ലെൻഡിങ് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് നോക്കണം. എന്നിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം. വീഡിയോസായിട്ട് ഫോട്ടോസായിട്ട് അപ്ലോഡ് ചെയ്യണം. എനിക്കറിയണം എങ്ങനെയാണ് നിങ്ങളിതൊക്കെ ചെയ്തിട്ടുള്ള നോക്കാൻ. നമുക്കൊരു ഫോട്ടോ തന്നെ ഇപ്പോൾ ഇടുന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. ഇപ്പോൾ ഒരാളെ ഫോട്ടോ തന്നെ ഇടുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവാൻ. ഇത് നോക്കാം. പിന്നെ സ്റ്റിച്ച് വരുന്നത് ഇതിലും സെയിം നമ്മൾ 2 to 3 ഫോട്ടോസെങ്കിലും മിനിമം ഇടണം. എന്നാൽ മാത്രമാണ് മനസ്സിലാവേ. ഹൊറിസോണ്ടൽ നമുക്ക് സ്വൈപ്പ് എന്നുള്ള ഇങ്ങനെ ഒരു PDF രൂപത്തിൽ വരും. ഹൊറിസോണ്ടൽ ഇങ്ങനെ. ഓക്കെ, അങ്ങനെ ക്യാപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ക്യാപ്ഷൻസ് കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊക്കെയാണ് നമ്മൾ ഫോട്ടോ കൊലാഷും പഠിച്ചു. ഇനി വീഡിയോസിൽ 2-3 ടൂൾസും കൂടിയുണ്ട് പഠിക്കാൻ. അപ്പോൾ അത് പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത് ഞാനുണ്ടാക്കുന്ന ആക്ച്വലി ഒരു എൻ്റെ ഒരു ബിസിനസ്സാണ്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്യാൻവാസ് അറിയാം. നമ്മൾ ഓഡിയോ പഠിച്ചിട്ടുണ്ട്, സ്റ്റിക്കേഴ്സ് പഠിച്ചു, ടെക്സ്റ്റേഴ്സ് പഠിച്ചു, ഫിൽറ്റർ പഠിച്ചു, എഫക്റ്റ് പഠിച്ചു. ഇത് ജസ്റ്റ് ഒന്ന് ഒരു ഇതിൽ പറഞ്ഞു തീർക്കാം. ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ 1:1, 4:5, 9:16, 16:9 ഇതൊക്കെയാണ് ഇതിൻ്റെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് ഓഡിയോസാണ്. നമുക്ക് ഓഡിയോസ് സെലക്ട് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്യാം. ഓഡിയോസ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത കിടിലം ക്വാളിറ്റിയിൽ നമുക്ക് ഓഡിയോസ് അവൈലബിൾ ആവും. ഓക്കെ, ഇനിയിപ്പം വരുന്നത് റെക്കോർഡാണ്. ഹായ് ഗായ്സ്, ഇപ്പം ഹായ് ഗായ്സ് ഹൗ ആർ യു എന്ന് പറയുമ്പോൾ ഈ ഓഡിയോസ് കറക്റ്റ് വരും. നമുക്ക് നോക്കാം. ഹായ് ഗായ്സ് ഹൗ ആർ യു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലൊരു വോളിയം ഉണ്ടല്ലോ, ഈ ഒരു വോളിയം നമുക്ക് മാറ്റി നിർത്താം. ഹായ് ഗായ്സ്. ഇത് മെയിൻലി ആയിട്ട് യൂസ് ചെയ്യുന്നത് വ്ളോഗ്സ് ഉണ്ടാവില്ലേ, വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീ കട്ട് ചെയ്യാം. പ്രീ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 5-10 സെക്കൻഡ്സ് കൊടുക്കാം. ഹായ് ഗായ്സ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് ഓൾറെഡി നമ്മളിപ്പോൾ പിന്നെ ഉള്ളത് ഓഡിയോ ആണ്. ഓഡിയോയിൽ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം. ഓഡിയോ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. വോയിസ് എഫക്റ്റ് ഉണ്ട്, അത് നമുക്ക് ഹായ് ഗായ്സ് ഹൗ ആർ യു എന്ന് പറയുമ്പോൾ ഈ ഓഡിയോസ് കറക്റ്റ് വരും.
ഹായ് ഗായ്സ് ഹൗ ആർ യു എന്ന് പറയുമ്പോൾ ഈ ഓഡിയോ ഹായ് ഗായ്സ് ഹൗ ആർ യു ഹായ് ഗായ്സ് ഹൗ ആർ ഹായ് ഗായ്സ് ഹൗ ആർ ഹായ് ഗായ്സ് ഹൗ ആർ ഹായ് ഗായ്സ് ഹൗ ആർ യു എന്ന് പറയുമ്പോൾ അപ്പോൾ ഹായ് ഗായ്സ് ഹൗ ആർ യു എന്ന് പറയുമ്പോൾ ഹായ് ഗായ്സ് ഹൗ ആർ യു ഹായ് ഗായ്സ് ഹായ് ഗായ്സ് ഹായ് ഗായ്സ് കേട്ടില്ലേ? അങ്ങനെ നമുക്ക് കുറേ ശബ്ദങ്ങൾക്ക് നമുക്ക് വോയിസ് ഓവർ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇപ്പോൾ നമ്മളെ വ്ലോഗ് ആരും കാണണ്ട, നമ്മളൊരു ആൾക്കാർ അറിയാണ്ട് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ വോയിസ് ഇട്ടിട്ട് ആൾക്കാരെ പറ്റിക്കണം എന്നുള്ള രീതി. ആക്ച്വലി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മൾക്ക് നല്ല രീതിക്ക് നമ്മളിപ്പോൾ എന്താ പറയണ്ട, പ്രാങ്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറ്റിക്കാമെന്ന് ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലല്ല. സോ നമുക്ക് ഇനി വേറെ എഫക്ട്സ് എന്തൊക്കെയാണ് നോക്കാം. ഇത് കോപ്പി ചെയ്യാൻ പറ്റും. ഡൈനോസ് എന്ന് പറഞ്ഞിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വോയിസ് എഫക്റ്റ് അടിച്ചു. ഇനി വോയിസ് എഫക്റ്റ് തന്നെ ഇതിൽ തന്നെ ഇങ്ങനത്തൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ വോയിസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിപ്പോൾ വേണ്ടാതാണെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം. അതും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഈ വോയിസിൽ വരുന്നത്. ഓഡിയോസിൽ വരുന്നത് സ്റ്റിക്കേഴ്സിൽ ഓൾറെഡി പറഞ്ഞ എന്താ പറയണ്ടേ, ഓൾറെഡി നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഇടാം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കെല്ലാം കട്ട് ചെയ്യാം. പിന്നെ വരുന്നത് പ്രീ കട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് പ്രീ കട്ട് ചെയ്തിട്ടുള്ള നമുക്ക് ഇങ്ങനെയുള്ളൊരു ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത് നമുക്ക് ഫുള്ളും വേണമെന്നുണ്ടെങ്കിൽ എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻഡ് ടു എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ബിഗിനിങ്ങിലും നമുക്കൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരിച്ച് നമ്മളെ വീഡിയോസ് ക്രിയേറ്റീവ് ചെയ്യാം നമ്മളെ ഈ ഇതിൽ കൊണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ടെക്സ്റ്റസ് ആണ്. നമുക്ക് ഒരു നല്ലൊരു ടെക്സ്റ്റ് കൊടുക്കാം. ഹായ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നാൽ മതി എന്നുള്ളതാണെങ്കിൽ കുറച്ച് ഇങ്ങോട്ടാക്കാം. ഏതെങ്കിലും നമ്മളെ സ്ഥലം കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥല രീതിയിൽ കൊടുക്കാം. പിന്നെ എഫക്ട്സ് ഉണ്ട്, പല എഫക്ട്സും ഉണ്ട്. നോക്കൂ, ചില എഫക്ട്സ് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്വാളിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ആണെങ്കിൽ എഫക്ട്സിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ ക്വാളിറ്റീൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള എഫക്ട്സ് സെലക്ട് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ആക്കാം. ഇനി വരുന്നത് എഫക്റ്റാണ്. നമുക്ക് ചില സംഗതിക്ക് മാത്രമേ എന്നുള്ള രീതിയിൽ ഇത് ഫോട്ടോസിൽ കൊടുക്കുമ്പോഴേക്കും കുറച്ചും കൂടി നല്ല രീതിക്ക് വരുന്നുണ്ടാകും. പിന്നെ വരുന്നത് അഡ്ജസ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ ഓരോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രീനറിയെല്ലാം കുറച്ചും കൂടി നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ വരുന്നത് പൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനാണ്. പൈപ്പ് എന്നുള്ള ഓപ്ഷൻസ് ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് പൈപ്പ് എന്നുള്ള ഓപ്ഷൻ ആക്കാം. പിന്നെ വരുന്നത് നമുക്ക് സ്വിച്ച് ചെയ്യാം. സ്വിച്ച് എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മിക്സ് ആയിട്ടാണ് വരാൻ. നോക്കൂ, മിക്സ് ആയിട്ടാണ് വരുന്നത്. അതാണ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്വിച്ച് ഒന്നും കൂടി സ്വിച്ച് ആക്കിയാലില്ലേ, ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു താഴത്ത് വേറതും, അപ്പോൾ ഇത് താഴത്തും മേലിലുള്ളത് രണ്ടും വേറെ വേറെ ലെയറിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ്. ഇനി വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് വോളിയമാണ്. നമുക്കൊന്ന് ഡിലീറ്റ് ആക്കാം. ഇതിലുള്ള വോളിയം നമുക്ക് ഇതാക്കാം.
പിന്നെ വരുന്നത് സ്പ്ലിറ്റാണ്. നമുക്കിതിൽ സ്പ്ലിറ്റ് എന്നുള്ള ഇത് വീഡിയോ റൺ ചെയ്യുമ്പോഴാണ് സ്പ്ലിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻസ് എടുക്കേണ്ടത്, സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണോ പോർഷൻ വേണ്ടാത്തത് അത് നമുക്ക് ഡിലീറ്റ് ചെയ്താൽ അറിയാം. നമ്മളിപ്പോൾ കുക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ വ്ളോഗ്സോ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഏത് പോർഷനാണോ വേണ്ടാത്തത്, അല്ലെങ്കിൽ ഒച്ചപ്പാടുണ്ടാകുന്നത്, കുട്ടികളെ ഒച്ചപ്പാടുണ്ടാകുന്നത്, ഇപ്പോൾ നേരത്തെ കേട്ട പോലെ കുട്ടികളെ ഒച്ചപ്പാട് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതാണ് സ്പ്ലിറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത്. പിന്നെ വരുന്നത് സ്പീഡാണ്. നമുക്ക് സ്പീഡിൽ പോകുന്നതാണ് കാണുന്നത്. പിന്നെ ആനിമേഷനാണ്. ഇതിപ്പോൾ ചെറിയ ഇതായതുകൊണ്ടാണ് ആനിമേഷന് ഇപ്പോൾ ഇങ്ങനെയുള്ളത്. പിന്നെ AI കട്ട് നമുക്ക് അവൈലബിൾ ആണ്, അത് പ്രീമിയം യൂസേഴ്സിനാണ് അവൈലബിൾ ഉണ്ടാകുന്നത്. പിന്നെ വരുന്നത് മാസ്കാണ്. മാസ്ക് എന്നുള്ള ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത് അത് മാസ്ക് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ വരുന്നത് ഒപ്പാസിറ്റി കുറയ്ക്കുകയും ചെയ്യാം. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കണ്ടോ, നമ്മൾ ഒരു ബ്രൈറ്റ്നസ് കൂടുന്നതും കുറയ്ക്കുന്ന പോലത്തെ ഒരു രീതിയാണ് ഒപ്പാസിറ്റി എന്ന് വരുന്നത്. പിന്നെ റീപ്ലേസ്, നമുക്ക് ഈ വീഡിയോ വേറെ ഏതെങ്കിലും റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റും. ഓക്കെ. പിന്നെ വോയിസ് എഫക്റ്റ്, അത് ഓൾറെഡി മ്യൂട്ട് ആയതുകൊണ്ട് വോയിസ് എഫക്റ്റ് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഈ വീഡിയോ നമുക്ക് ഡിലീറ്റ് ആക്കാം. എന്നിട്ട് വേറെത് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കൊരു ഈ വീഡിയോ നമുക്ക് ഡിലീറ്റ് ആക്കിയിട്ട് ഒരു വേറെ വീഡിയോ ആഡ് ചെയ്യാം. ഇനി വരുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. നമുക്ക് ഇത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതാ അപ്പുറത്തുള്ള ഇപ്പുറത്തും ഇപ്പുറത്തുള്ള അപ്പുറത്തും നമുക്ക് ആക്കാൻ പറ്റും. ഫ്രീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആക്കാൻ പറ്റും. അതൊരു സ്റ്റോപ്പായിട്ട് തന്നെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫ്രീസ് ആക്കിയത് കൊണ്ടാണ് അത് സ്റ്റോപ്പായിട്ടാണുള്ളത്. അതോ ഇപ്പോൾ ഞാൻ അൺഫ്രീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പോയിക്കൊണ്ടുപോകും. ഇത് ഫ്രീസ് ആക്കിയാൽ എനിക്ക് അത് വരുമ്പോൾ സ്റ്റോപ്പായിട്ട് ഉണ്ടാവാൻ. കണ്ടോ, അതാണ് ഫ്രീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 2 കീ ഫ്രെയിംസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് യൂസ് ആക്കാൻ പറ്റുമെന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സ്പ്ലിറ്റ് പഠിച്ചു, ടെക്സ്റ്റ് പഠിച്ചു, പൈപ്പ്, ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 5 minutes ഉള്ളത് എത്ര വേണോ അത്ര ഡ്യൂറേഷനുള്ള രീതിയിലാക്കാം. ഡിലീറ്റ്, വോളിയം ഇപ്പം ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും വോയിസ് കുറക്കണം. ഇതൊരു ഇമേജ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് ഫ്രീസ് എന്ന് പറയുമ്പോൾ കേട്ടോ. പിന്നെ വരുന്നത് ക്രോപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വിച്ചസ് നമുക്ക് 2 ലെയറിലുള്ള ഒരു ലെയറിലേക്ക് ആക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കണ്ടോ ഒരു ലെയറിലാക്കാൻ പറ്റും. പിന്നെ വരുന്നത് കട്ടൗട്ട്, ഒപ്പാസിറ്റി, ഡ്യൂപ്ലിക്കേറ്റ്, റൊട്ടേറ്റ്, ഫ്രീസ്, റിവേഴ്സ് ഇതിൻ്റെ ഇപ്പോൾ ആവുന്നില്ല, കാരണം നമുക്ക് കണ്ടോ റിവേഴ്സ് ഓപ്ഷൻ ഉള്ളത്, അതാണ് റിവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നമ്മളെ ഈ ഇൻഷോർട്ട് വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാ ആൾക്കാരും നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത്, ഈ പ്രാക്ടീസിങ് ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് അയച്ചാൽ ഞാൻ ടൈം കിട്ടുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, നമുക്കൊരു പുതിയ കോഴ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വെറും 300 താഴത്താണ് വരുന്നത്. അപ്പോൾ ക്യാൻവയും അതേപോലെ തന്നെ ക്യാപ് കട്ടും പോലത്തെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ആപ്സ് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇപ്പം ഉപകാരപ്പെടും. ഏറ്റവും തുച്ഛമായ രീതിയിലാണ് ഇപ്പോഴുള്ള ക്ലാസ്സൊക്കെ വരുന്നത്, അൽഫജറിൻ്റെ ക്ലാസ് വരുന്നത്. കാരണം ഇപ്പം നമുക്കൊരു സ്കില്ല് ഡെവലപ്മെൻറ്റ് ചെയ്താൽ നമുക്ക് നമ്മളെ തന്നെ വരുമാനം ഉണ്ടാക്കുന്ന രീതിയാണ്
ഇത്. അപ്പോൾ ബാക്കിയുള്ള അക്കാദമിക്കിനെ അപേക്ഷിച്ചോളം നമ്മൾ ഈ ഒരു 300 താഴത്ത് വരുന്ന വളരെ കുറവായിട്ടുള്ള കാര്യമാണ്. അതായത് പ്രൈസിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു നമ്മൾ എന്തിനൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 300 താഴത്ത് നമുക്കൊരു കോഴ്സിനോ ഒരു സ്കില്ല് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഒരു എന്താ പറയണ്ടേ, ഒരു സ്വന്തം കാലിൽ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ട് നല്ല രീതിക്ക് വർക്ക് ചെയ്യുക. ഇപ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഗ്രാഫിക് ഡിസൈനിനും അതേപോലെ തന്നെ എന്താ പറയണ്ടേ ഈ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ പ്രൊഫഷണലി ആയിട്ടുള്ള രീതിക്ക് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും. ഇന്നത്തോടെ നമ്മൾ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്ക് ഇനി എപ്പോഴെങ്കിലും എവിടെ നിന്ന് വെച്ച് നല്ല രീതിക്ക് കാണാം. അസ്സലാമു അലൈക്കും.